ഓം ശാന്തി. നമ്മുടെ ശരീരത്തിലെ ഓറ അത് നമ്മുടെ സംസ്കാരത്തിനും സ്വഭാവത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കയറ്റിറക്കങ്ങൾക്കും എല്ലാം ഒരുപാട് പ്രഭാവം ചെലുത്തുന്ന സാധനമാണ് ഈ ഓറയും ഓറയുടെ നിറങ്ങളും എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ എന്താണ് ഓറ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഏറ്റവും ചുരുക്കി പറയാം, ഒരു കാന്തത്തിൻ്റെ ചുറ്റും ഒരു കാന്തിക മണ്ഡലം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ആ കാന്തത്തിൻ്റെ അടുത്തേക്ക് ഒരു സൂചിയോ അല്ലെങ്കിൽ ഇരുമ്പ് കഷ്ണങ്ങളോ അടുത്തെത്തുമ്പോൾ അത് ചാടിപ്പിടിക്കുന്ന ഒരു പ്രത്യേക അകലം ഉണ്ടായിരിക്കും. ആ അകലത്തിന് നമ്മൾ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാരുടെ ചുറ്റും അവരുടെ സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ഒരു പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലമുണ്ട്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ണുകൾ കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രില്യൻ ക്യാമറ മുതലായിട്ടുള്ളതായിട്ടുള്ള ക്യാമറയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഓറയുടെ കളർ എന്താണ് എന്നൊക്കെ. അതിൽ നമ്മൾ ഏത് ചക്രത്തിന് നമ്മുടെ സ്വഭാവത്തിൻ്റെ ആധാരത്തിൽ ഏത് കാര്യത്തിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ലൈഫ് സ്റ്റൈലാണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ കളർ ഉണ്ടാകുന്നത്. നമ്മുടെ ചക്രങ്ങളെ ചാർജ് ചെയ്യുക വഴി നമുക്ക് സ്വാഭാവികമായിക്കൊണ്ടും നമ്മുടെ ഉള്ളിൽ ഊർജത്തിന് ഡെവലപ്പ് ചെയ്യാനും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. നിങ്ങൾക്കറിയാലോ, സൂര്യപ്രകാശം അത് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോസിറ്റീവായിരിക്കുന്ന എനർജി അഥവാ ആത്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ അത് സപ്തവർണ്ണങ്ങളിലൂടെ പല ചക്രങ്ങളിലും പോയിട്ട് ഏൽക്കാറുണ്ട്. ആ ചക്രങ്ങളുടെ കളർ അനുസരിച്ച് ചക്രങ്ങളിലെ ഗുണത്തിൻ്റെ ആധാരത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കിയാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരുടെ ബോഡി കോൺഷ്യസ് ലെവൽ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ബോഡി കോൺഷ്യസ് കൂടുന്നുണ്ടോ അത്രത്തോളം അവരുടെ മൂലധാര ചക്രത്തിൻ്റെ എനർജി ലെവൽ വളരെയധികം വീക്കായിരിക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക ലോകത്തെ ജീവിത രീതിയിൽ പ്രകൃതിയുമായിട്ടും മണ്ണുമായിട്ടും യാതൊരു രീതിയിലുള്ളതായിട്ടുള്ള ബന്ധവുമില്ലാത്ത രീതിയിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. നടക്കുകയാണെങ്കിൽ പോലും ഈവൻ നമ്മുടെ മുറ്റത്ത് 2 അടി നടക്കണമെങ്കിൽ പോലും ചെരുപ്പിട്ടിട്ടേ നമ്മൾ നടക്കാറുള്ളൂ. നേരിട്ട് ഭൂമിയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ വരാറില്ല. ഇപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ മൂലധാര ചക്രം പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആവുകയാണെങ്കിൽ 2 ലെവലിലാണ്. 2ഉം ബേസ് ഉണ്ട്. ചിലരുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യമുള്ളവരാണെങ്കിലും അവരുടെ ഓറ നോക്കിയാൽ റെഡ് കളറാണ് കാണാൻ സാധിക്കുക. അതേസമയം മൂലധാര ചക്രം പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആണെങ്കിൽ അവർ പവർഫുൾ ആയിരിക്കും, അതേസമയം ഗംഭീര സംസ്കാരമുള്ളവരായിരിക്കും. അതായത് ഒരുപാട് സംസാരിക്കുക, ഒരുപാട് തമാശ പറയുക, ഒരുപാട് ചിരികൾക്ക് വേണ്ടി സമയം കളയില്ല. പക്ഷേ നല്ല ലീഡേഴ്സ് ആയിരിക്കും അവർ. എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന, എന്ത് കാര്യത്തിനും ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ളതായിരിക്കുന്ന, റിസ്ക് എടുക്കാൻ എല്ലാം ഉള്ളതായിരിക്കുന്ന കല അത് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഉണ്ടാവും. മാത്രമല്ല അത്തരം വ്യക്തിത്വങ്ങളുള്ളിൽ ക്ഷീണം വളരെ കുറവായിരിക്കും. അവരുടെ ഓറയുടെ കളർ നോക്കിയാൽ നമുക്ക് ചുവന്ന വർണ്ണത്തിലുള്ളതായിട്ട് കളറാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഈ ചക്രം നമുക്ക് അത് പെർഫെക്റ്റ് ആയിരിക്കുന്ന എനർജി ലെവലിലല്ല എന്നുണ്ടെങ്കിൽ തീർത്താൽ തീരാത്ത പോലതായിരിക്കുന്ന ക്ഷീണം, എപ്പോഴും വീണ്ടും വീണ്ടും ഉറങ്ങണം നമുക്ക് തോന്നിപ്പോവുക, അലസത, കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള മടി, ഇതൊക്കെ നന്നായിട്ട് ബാധിക്കും. അപ്പം അതുകൊണ്ട് ഇതില്ലാതാക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ കിടക്കയിൽ കൊണ്ട്, അതായത് കാല് ഭൂമിയിൽ വെക്കുന്നതിനേക്കാൾ മുന്നുള്ള സമയത്ത് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഇത് 9 തവണ നിങ്ങളൊന്ന് മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്ത് ഉപബോധ മനസ്സിനുള്ള ചാർജ് നിറച്ചിട്ട് പ്രഭാതം ആരംഭിക്കുന്നത് നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞ് ആ ഈശ്വരനെ കണി കണ്ടുകൊണ്ട് മനസ്സിൽ ആ ഊർജം നിറച്ച് പിന്നത്തെ അഫർമേഷൻ, പ്രത്യേകിച്ചും ആളുകളോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ്, 4 ആളെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എന്തെങ്കിലും ഒരു വേദിയിൽ വെച്ച് 2 വാക്ക് പറയേണ്ടി വരുമ്പോഴത്തേക്കും എൻ്റെ കാല് കൂട്ടിയിടിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്നോട് കുറച്ച് സ്ട്രോങ് ആയി സംസാരിച്ചാൽ ഞാൻ ആകെ പേടിച്ചു പോകും, ഒന്നും മിണ്ടാൻ പറ്റാതാവും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല ഘടകങ്ങളും പല ആളുകളുമായി എന്നോട് പറയുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള റെമഡിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. രാവിലെ ഉണർന്ന ഉടനെ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഇത് 9 തവണ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട്, ഇത് വെറുതെ പറയുകയല്ല, ആ സമയത്ത് ഭ്രൂമധ്യത്തിൽ ഇവിടെ ഒരു പ്രകാശിക്കുന്നതായിരിക്കുന്ന വെള്ളി നക്ഷത്രത്തിനെ കാണുക.
അതിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ നമ്മുടെ ശരീരത്തിലും നിങ്ങൾക്ക് എത്ര നിങ്ങൾ ചുറ്റും പരത്താൻ പറ്റുമോ അത്രയും വലിയ പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം ആ സമയത്ത് കണ്ടു നോക്കുക. അതിന് ഊർജ്ജ മണ്ഡലത്തിന് സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ മൂലധാര ചക്രത്തിന് ആക്റ്റീവ് ആക്കാനുള്ളതായിരിക്കുന്ന അഫർമേഷനാണ്. ഇത് അഫർമേഷൻ നന്നായി സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭയമില്ലാതാവും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഫോബിയകൾ പതുക്കെ പതുക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. പിന്നെ ആളുകളോട് പെരുമാറുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കോചം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല ലീഡറെ പോലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നല്ല ധൈര്യമുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം. ഇതിനൊക്കെ വളരെ നല്ലതാണ് പ്രഭാതത്തിൽ ഉണരുന്ന സമയത്തുള്ള ഈ അഫർമേഷൻ. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്, ചെരുപ്പിടാതെ 10 മിനിറ്റ് സമയം മണ്ണിൽ നടക്കാൻ സാധിക്കുമെങ്കിൽ, ഇനി നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് മണ്ണൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ടാറിട്ട റോട്ടിലെങ്കിലും ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് രാവിലെ നേരത്ത് സൂര്യോദയ സമയത്ത് നടക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചക്രങ്ങളെ, മൂലധാര ചക്രത്തിനെ നല്ല ആക്റ്റീവാക്കി മാറ്റാം. ഇനി ക്ഷീണം തോന്നുന്ന സമയത്ത് പോലും ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ മൂലധാര ചക്രം നല്ല ചുവന്ന വർണ്ണത്തിൽ ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് കാണുക. ആ എനർജി ബോഡിയിൽ മുഴുവൻ സ്പ്രെഡ് ആവുന്നതായിട്ട് കാണുക. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷീണം മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ നമ്മുടെ മൂലധാര ചക്രത്തിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിച്ചാൽ ക്ഷീണം മാറ്റാനും ധൈര്യം വർദ്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ രീതിയിൽ മൂലധാര ചക്രത്തെ ആക്റ്റീവ് ആക്കണം. പേടി ഇല്ലാതാക്കാൻ, സങ്കോചം ഇല്ലാതാക്കാൻ, പിന്നെ സ്റ്റേജ് ഫിയർ ഇല്ലാതാക്കാനൊക്കെ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പറയുന്നു. ഇനിയൊരു അവസരത്തിൽ മറ്റ് ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.